ഇന്നത്തെ സുധാമണി ആന്റിയുടെ സ്പെഷ്യൽ എന്താന്ന് നോക്കട്ടെ. ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയാ. ബട്ട് സോറി, അതാർക്കും കിട്ടുന്ന കരുതണ്ട. എനിക്ക് മാത്രമായിട്ട് ഒരെണ്ണ അമ്മ തന്നയച്ചതാ. ഹായ് എവരിബഡി. ഇന്ന് നിങ്ങൾക്കൊപ്പം ഇരുന്നാ ഞാൻ ആഹാരം കഴിക്കുന്നത്. സർ, അവിടെ ഒരു പ്രൈവറ്റ് റൂം ഉണ്ട്, സാറിന് അവിടെ ഇരിക്കാം. നോ, ഞാൻ നിങ്ങൾക്കൊപ്പം ഇവിടെ ഇരുന്നാ കഴിക്കുന്നത്. ആഹാര സമയത്ത് എല്ലാവരും തുല്യരാ. ബാലഗോപാൽ എങ്ങോട്ട് പോന്നു? ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം. ബാലു സാറിന്റെ അമ്മ ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ടാക്കി കൊടുത്തയച്ചു. അത് ഷെയർ ചെയ്തിരിക്കാനാ ബാലു സാർ സ്കൂട്ടാവുന്നെ. ഇരിക്കു ബാലു, താൻ പേടിക്കണ്ട. ഫിഷ് ഫ്രൈ ഞാൻ എടുക്കില്ല, പോരെ? സാർ ഇത്രയും സിമ്പിൾ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അല്ലേ അപർണ മാഡം? അതെ, ഞാൻ നിങ്ങളിൽ ഒരാളാ. ഇതെന്റെ അമ്മ ഉണ്ടാക്കിയതാ. ടേസ്റ്റ് നിങ്ങൾക്ക് പിടിക്കുമെന്ന് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സോറി, ഈ കറി എനിക്ക് ഇഷ്ടമല്ല. സോറി സർ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഇഷ്ടപ്പെടുക. നോ പ്രോബ്ലം ബാലു. പക്ഷേ അപർണയ്ക്ക് ഇഷ്ടപ്പെടും. എങ്ങനെയാണെന്ന് പറയാ അപർണ? അപർണ, ടേസ്റ്റ് ചെയ്യൂ. നല്ലതാ സർ. അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ട ഒത്തിരി കൈപുണ്യം അല്ലേ? ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി. അമ്മ ഉണ്ടാക്കിയതാ. ബാലുവിന്റെ അമ്മ, സുധാമണി അമ്മ. റിയലി? അമ്മയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ഈ ഫിഷ് കറിയെ നീ ഒറ്റയ്ക്ക് കഴിക്കട്ടെ. What happened, ബാലു? കുറെ നേരമായി നീ മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. വേണ്ടെന്ന് വിചാരിക്കുമ്പോ എന്താടാ ബാലു, നീ എന്താ ഇങ്ങനെ? ബാലു, സോറി, ബാലുവിന് വർക്കിന്റെ ഒരു പ്രഷർ, അതാ. അത് പറയണ്ട അപർണ. എന്റെ സ്റ്റാഫ് അങ്ങനെ വർക്ക് ചെയ്ത് പ്രഷർ കൂട്ടാൻ പാടില്ല. സോറി. അപർണ, ചെല്ല്. പാവം, മെന്റൽ ടെൻഷനാ. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ കഴിക്കേ. ബാലു അവിടെ എന്താ കാണിച്ചേ? ഞാൻ അവിടെ എന്ത് കാണിച്ചു? കാണിച്ചതൊക്കെ അവനല്ലേ. അവന്റെ ഒരു വൃത്തികെട്ട ഷോ. ചിലപ്പോ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ആയിക്കൂടെ, ഉള്ളില് വെച്ച് പെരുമാറുന്നത് അല്ലെങ്കിലോ? ഒന്നുമല്ല, അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. സാധനങ്ങളെല്ലാം മറ്റന്നാൾ തന്നെ കിട്ടണം. സദ്യക്കുള്ള ഒരുക്കങ്ങൾ അടുത്ത ദിവസം തന്നെ തുടങ്ങണം. സാധനങ്ങൾ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണേ. സുധാമണി, ദാ വരുന്നു. അപ്പൊ ശരി ഏട്ടാ. അല്ലല്ല, വേണ്ട കൊടുത്തേക്കണ്ട. ഞാൻ വന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ വന്ന് കൊണ്ടുവന്നോളാം. ശരി സുധാമണി. ദാ വരുന്നു.
സുധേ, ടെൻഷൻ ആവരുത്. ഞാൻ നിന്റെ പഴയ മൂർത്തിച്ചേട്ടനാ. നിന്നെ കാണാൻ വേണ്ടി വന്നതാ. സ്നേഹം കൊണ്ട് വന്നതാ. ഇന്ന കൊല്ല്. എന്നെ കൊന്ന് രക്തം കുടിച്ചിട്ട് ഇറങ്ങിപ്പോ. കൊന്നോ ഇന്നോ. ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നൊക്കെ എന്നോട് നീ പറഞ്ഞതല്ലേ? എന്താ അതിനിടയിൽ തോൽക്കാൻ തീരുമാനിച്ചു? അല്ല, നിങ്ങളെ പോലുള്ളവരുടെ കൺവട്ടത്തിൽ നിന്ന് മാറുന്നത് എന്റെ ജയവാ. അതിനാ ഞാൻ കൊല്ലാൻ പറഞ്ഞേ. സുധേ, ഞാൻ ഒന്നും പറയണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങ്. ശരി സുധേ, ഭർത്താവായി കാണണ്ട. ഞാനൊരു അതിഥിയാണെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു ശത്രുവാണെന്ന് തന്നെ വെച്ചു. ശത്രുവാണെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ വീട്ടിൽ വന്നതിന്റെ മര്യാദ കാണിക്കണമെന്നല്ലേ? ഞായൊന്നും പറയണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങ്. ഇറങ്ങാൻ. അപ്പൊ നിന്റെ മനസ്സിൽ നിന്ന് ഞാൻ പോയിട്ടില്ല അല്ലേ? മതി, എനിക്കത് മതി. നിന്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. എന്റെ ഹൃദയത്തിൽ സ്ഥാനോ? എന്റെ വൈരാഗ്യം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോ എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ ഒരാളുടെ ഓർമ്മയിൽ ഞാൻ വെറുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വെറുക്കാൻ വേണ്ടിയാ ഞാൻ ആ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അല്ല സുധ, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം, നിന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഞാനുണ്ട്. പ്ലീസ്, എന്നെ പരീക്ഷിക്കാതെ ഇറങ്ങിപ്പോ. നിയന്ത്രണം വിട്ടാ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ഇറങ്ങിപ്പോ. ഓ അമ്മേ, അയ്യോ, ദയവ് ചെയ്ത് മീനാക്ഷി വരുന്നുണ്ട്. ഇറങ്ങിപ്പോ. നീ പേടിക്കണ്ട സുധ, നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഒന്ന് വേഗം പോ. അമ്മേ, ആരാ അമ്മയാ പോയത്? അത് ഓർഡർ തരാൻ വേണ്ടി വന്നതാ. ഞാനങ്ങ് പേടിച്ചു പോയി. അമ്മ ആരോട് വഴക്കുണ്ടാക്കിയതെന്നാ ഞാൻ വിചാരിച്ചത്. ശരി. ഹലോ, ആരാ? എന്തോ? അയ്യോ, നമ്മൾ ആരാണെന്ന്. നമ്മളോരോ ഓ, കോമഡിയാ. ഞാനേ ഈ ഒറ്റ വീട് കോളനിയുടെ ഉടമസ്ഥനാ. അതിരിക്കട്ടെ, നിങ്ങൾ ഏത് വീട്ടിലാ വന്നേ? ഇതേ ആർക്കും അങ്ങനെ തോന്നിയ പോലെ കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലമല്ല. പരിചയമില്ലാത്ത ആര് വന്നാലും ഞാൻ ചോദ്യം ചെയ്യും. ഞാൻ ആ സുധാമണിയുടെ വീട്ടിൽ വന്ന. ഓഹോ, അത് ശരി. കാറ്ററിംഗിനോ മറ്റോ ഓർഡർ കൊടുക്കാൻ വന്നതാണോ? എന്ത് കാറ്ററിംഗ്? ആ പോടും. ഇതൊരു പുതിയ കഥാപാത്രമാണല്ലോ. വരട്ടെ. എന്നെ കളിയാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ ഞാൻ പിടിച്ചോളാം. കേട്ടടാ മക്കളെ. കംപ്ലീറ്റ് ആയോ ബാലു? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നാളെ രാവിലെ 11 മണിയെങ്കിലും ആവും ഇത് പൂർത്തിയാവാനായിട്ട്. ഞാൻ പറഞ്ഞതല്ലേ 4 മണിക്ക് തീർക്കണമെന്ന്. സ്റ്റേറ്റ്മെന്റ് 4:30ക്ക് ക്ലയന്റിന് അയക്കേണ്ടതാ. ക്ലയന്റ് വെയിറ്റ് ചെയ്തിരിക്കും. ക്ലയന്റ് കുറച്ചൊന്നും ഇരിക്കട്ടെ, അവരോടങ്ങ് വിളിച്ച് പറഞ്ഞാൽ മതി, നാളെ അയച്ചു തരാമെന്ന്. MDയും CEOയും കൂടെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടാ 4 മണിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. എങ്കിൽ MDയോടും CEOയോടും ചെന്ന് പറഞ്ഞാൽ മതി, വന്നിരുന്ന് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്? ഇവരൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ, അവർക്കൊന്നും ഇല്ലാത്ത എന്ത് ബുദ്ധിമുട്ടാ ബാലുവിനുള്ളത്? MDയോട് ഞാനിത് റിപ്പോർട്ട് ചെയ്താലേ അടുത്ത നിമിഷം മെമ്മോ ഇഷ്യൂ ചെയ്യും. ഓ പിന്നെ ഒരു ബൊമ്മ. അതൊന്ന് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ കാത്തിരിക്കുന്നത്.
മെമ്മോ തരാനായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എങ്ങനെയാണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ബാലു, ബഹളം വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നമ്മളെന്താ അടിമകളാണോ? അടിമ സമ്പ്രദായമൊക്കെ കഴിഞ്ഞു. 5 ദിവസത്തെ പണിയൊക്കെ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യണമെന്നോ? 5 ദിവസത്തെ പണി അരമണിക്കൂറുണ്ടല്ല, ചിലപ്പോ 5 മിനിറ്റിനുള്ളിലും ചെയ്യേണ്ടി വരും. എന്താ ബാലു? വാട്ട് ഹാപ്പൻ? എന്താ ബാലു? എന്താ പറഞ്ഞ? 4 മണിക്ക് പൂർത്തിയാക്കേണ്ട അസൈൻമെന്റ് ബാലു ഇതുവരെ തീർത്തിട്ടില്ല. ഓ ഓക്കെ ഓക്കെ. ബാലു ഇന്ന് എന്തൊക്കെ ടെൻഷനില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ഒരു റിയാക്ഷൻ കണ്ടു. ഗീവ് ഹിം റെസ്റ്റ്. എപ്പോ കംപ്ലീറ്റ് ചെയ്യുന്ന ബാലു പറയുന്നത്? നാളെ രാവിലെ 11 മണിക്ക്. ഇറ്റ്സ് ഓക്കെ, അത് മതി. അതെ, ബാലു ഈ ഓഫീസിലെ മിടുക്കനായ സ്റ്റാഫാ. ബാലു എന്തെങ്കിലും കാരണമില്ലാതെ മനഃപൂർവ്വം ഒഴുകഴിവ് പറയില്ല. നോ പ്രോബ്ലം ബാലു, നാളെ പൂർത്തിയാക്കിയാൽ മതി. ഓക്കെ. വൈകുമോന്ന് വിചാരിച്ചു നിൽക്കുമായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞതാ സാറേ. ഇത്ര മണിന്ന് വെച്ചാ കൃത്യ ആ സമയത്ത് എത്തിയിരിക്കും. ജോർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ റിസ്ക് ഉള്ള പണിയാണ്. എന്റെ പൊന്നു സാറേ, നിങ്ങൾ കൊട്ടേഷൻ എന്താന്ന് പറ, അല്ലാണ്ട് റിസ്ക് ഒന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഇതാണ് ആള്. ഇവൾക്ക് 2 സഹോദരന്മാരുണ്ട്. അമ്മ സുധാമണി കേറ്ററിംഗിന്റെ ഒക്കെ ആളാണ്. ഇവളാ ടാർജറ്റ്. ഇവളെയും തൊലയ്ക്കണം, ആ കുടുംബത്തെയും തൊലയ്ക്കണം. അതെങ്ങനെ വേണമെന്നൊക്കെ ആദർശ് തീരുമാനിച്ചാൽ മതി. അത് ഞാൻ ഏറ്റു. പക്ഷേ ഞാൻ ജോർജേട്ടനോട് പറഞ്ഞ കാശ് കൃത്യമായിട്ട് കിട്ടണം. കാശിന്റെ കാര്യത്തിൽ താൻ പേടിക്കൊന്നും വേണ്ട. ഇതൊരു അഡ്വാൻസാണ്. ബാക്കി ഓരോ ഘട്ടത്തിലും ഞാൻ കൃത്യമായി എത്തിച്ചിരിക്കും. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ടാ ക്ലിയർ ആക്കുന്നത്. എനിക്ക് കുറച്ച് സമയം തരണം. അതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ കുടുംബം നശിക്കണം, നശിപ്പിച്ച് ചിഹ്ന ഭിന്നമാക്കണം. എന്റെ മോനോട് കാണിച്ചതിന് എനിക്ക് പ്രതികാരം ചെയ്യണം. അതെനിക്ക് വിട്ടേക്ക് സാർ. എനിക്ക് തരാനുള്ള ബാക്കി കാശ് റെഡിയാക്കിക്കോ. ഈ ഫോട്ടോയും അവളുടെ ഡീറ്റെയിൽസും എനിക്ക് സെൻഡ് ചെയ്തേക്ക്. അപ്പോൾ ആദർശ് എല്ലാം കൃത്യമായി വർക്കൗട്ടാക്കുക. വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. സാറേ, നിലവിൽ എനിക്ക് 22 കേസുണ്ട്. ഇത് 23. അത്ര തന്നെ. അവളെയും അവളുടെ കുടുംബത്തെയും നശിപ്പിച്ച് കൈ തരും. പോരെ? അത് മതി. അതെ, എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വണ്ടി വഴിയിൽ പാർക്ക് ചെയ്തിട്ട് ബാലു എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? എന്താണ് പ്രശ്നം? എന്താ ബാലുവിന് പറയാനുള്ളത്? ഓഫീസിൽ എന്തായിരുന്നു ഒരു ഷോ? അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ നീ അങ്ങ് കൊച്ചാക്കിയില്ലേ? ഞാൻ പറഞ്ഞു നാളെ 11 മണിക്ക് മുമ്പ് ആ വർക്ക് ഞാൻ തീർക്കാന്ന്.
കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലീഡർ ആണെങ്കിൽ അതങ്ങ് സമ്മതിക്കും. പക്ഷെ താൻ അവിടത്തെ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ആ അവസരം അങ്ങ് ഉപയോഗിച്ചു. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണെന്ന് പറയുമല്ലോ, അതാ താൻ അവിടെ കാണിച്ചേ. ബാലു പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിക്കും. അതിനിടയിൽ കയറി ബാലു വർത്താനം പറയരുത്. ബാലു പറഞ്ഞു ഓഫീസിൽ ഞാൻ ഷോ കാണിച്ചു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് ബാലുവിനെ കൊച്ചാക്കിന്ന്. സത്യത്തിൽ തിരിച്ചാ ബാലു. അവിടെ ഷോ കാണിച്ചത് ബാലുവാ. ഞാൻ ബാലുവിനെ അല്ല, ബാലു എന്നെയാ കൊച്ചാക്കിയത്. ബാലുവിനെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാൻ. എന്റെ കീഴിലുള്ളവർ ജോലി ചെയ്തില്ലെങ്കിൽ അവരെ ശാസിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് 4 മണിക്ക് മുൻപ് വർക്ക് തീർക്കണം എന്ന് പറയുന്നത് ഷോ കാണിക്കലല്ല. നാളെ തീർക്കൂന്ന് പറയുന്നതാണ് ഷോ കാണിക്കൽ. ബാലു എന്താ പറഞ്ഞത്? ആ അവസരം ഞാൻ ആരോ ആണെന്ന് കാണിക്കാനാണ് ഉപയോഗിച്ചതെന്ന്. അതെ, 100% അങ്ങനെ തന്നെയാ. ഞാൻ ആരാണെന്ന് അവിടെ കാണിക്കാനല്ല, ഞാൻ ലീഡർ ആണെന്ന് കാണിക്കാനാ ഉപയോഗിച്ചത്. ഞാൻ അപ്പൊ ശബ്ദം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ നാളെ മുതൽ എനിക്ക് ആരോടും ഒരു കാര്യം പോലും പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു വട്ടപ്പൂജയായി പോവായിരുന്നു. ആദ്യം ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കെ, എന്നിട്ട് മതി ഞങ്ങളോട് എന്ന് മറ്റുള്ളവരും മനസ്സിലെങ്കിലും പറയുമായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചു എന്ന്. ആ പഴഞ്ചൊല്ലല്ല അവിടെ ചേരുന്നത്. വാങ്ങുന്ന കൂലിക്ക് ജോലി ചെയ്യുന്നു, അതാണ്. അങ്ങനെയാ പറയേണ്ടത്. എന്താടോ തനിക്ക് എന്താ പറ്റിയേ? എനിക്കെന്തോ അവനെ കാണുമ്പോ അന്നേരം കലിയളവും. യെസ്, ഇതാണ് പ്രധാന പോയിന്റ്. ഇതിന് പകരമാണ് ഞാൻ ഷോ കാണിച്ചു എന്നും രാജഭക്തി എന്നും ഒക്കെ പറഞ്ഞത്. ഇതെന്താണെന്നറിയോ? താലി. ഇതാര് കെട്ടിയതാണെന്നറിയാമോ? ഞാൻ മരിക്കുന്നത് വരെ, എന്റെ കണ്ണടയുന്നത് വരെ, എന്റെ ശരീരത്തിനും മനസ്സിനും അവകാശിയായ ഒരേ ഒരാൾ, ബാലഗോപാൽ എന്ന ബാലു. താൻ കെട്ടിയ താലിയത്. ഇത് ഈ കഴുത്തിൽ ഉണ്ടാവുന്ന കാലം വരെ ഇതെന്റെ കഴുത്തിൽ കെട്ടിയ ആളിനല്ലാതെ എന്റെ മനസ്സിലോ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിലെ മറ്റാർക്കും ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഈ താലിയിൽ പിടിച്ച ഞാനിത് പറയുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ച് 1000 ദൈവങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നതിലെ ശക്തിയാ താലി തൊട്ട് പറയുന്നത്. ബാലുവിന്റെ സമാധാനത്തിന് ഞാൻ വീണ്ടും വേണ്ട, ഇനിയൊന്നും പറയണ്ട. സോറി. താൻ അതൊക്കെ അങ്ങ് മറന്നേക്ക്. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് റിയലി സോറി. എനിക്കറിയാം, ഞാൻ കിരണിനോട് സംസാരിക്കുമ്പോ ബാലുവിന് ദേഷ്യം വരുന്നത് എന്നോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടാ. ബാലുവിനെ പോലെ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ തന്നതിന് ദൈവത്തോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്.